ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെൻറ്റ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ വീണ്ടും ഫോൺ കോൾ സംഭാഷണം. ഈ ഫോൺ കോൾ സംഭാഷണത്തിന് ശേഷം ട്രംപ് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചൈനയും അമേരിക്കയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തു വച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങളും തീർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട്, അതായത് മെയിനായിട്ട് ഫുൾ മാഗ്നറ്റ്, ഈ ഫുൾ മാഗ്നറ്റൊക്കെ MRI മെഷീൻസ് പോലത്തെ വലിയ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ ചൈന തടഞ്ഞു വെച്ചിരുന്നു. അതുപോലെ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ട് അത് പുനരാരംഭിച്ചിരിക്കുന്നു. പിന്നെ ചൈന ഇമ്പോസ് ചെയ്തിരുന്ന US-നെതിരെയുള്ള താരിഫ് 10% കുറച്ചിട്ടുണ്ട്. അമേരിക്ക ചൈനയ്ക്കെതിരെ ഇമ്പോസ് ചെയ്തിരുന്ന താരിഫ് 55% കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ താരിഫിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും റെസിപ്രോക്കൽ താരിഫ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ ഫർദർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിലവിൽ നടന്ന സംഭാഷണത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് റെയർ എർത്ത് മിനറൽസ് വീണ്ടും എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങണം ചൈന. ഇതാണ് ട്രംപിന്റെ നിർദ്ദേശം. അതിന് ഷീ ജിൻപിങ് സമ്മതിച്ചിട്ടുണ്ടെന്നാണ്. അതിന് ചൈന സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഷീ ജിൻപിങ് ഇനിയിപ്പോൾ ഉറങ്ങി എണ്ണീക്കുമ്പോൾ വല്ല സ്വഭാവ മാറ്റം വല്ല സംഭവിക്കാതിരുന്നാൽ നല്ലത്. അതിനിപ്പോൾ നാളെ ഗ്ലോബൽ ടൈംസോ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും ഷീ ജിൻപിങ് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും ട്രംപ് വളരെ ഹാപ്പി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പുട്ടിൻ്റെ അടുത്ത് റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും ട്രംപ് ഇതേപോലെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഡീൽ വിത്ത് ചൈന ഡൺ, ഫൈനൽ അപ്രൂവൽ ഇസ് ഡൺ. ഇതാണ് ട്രംപ് പറഞ്ഞിരുന്ന വാചകം. അത് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെ. ഒറ്റ ദിവസത്തെ സംസാരത്തിൽ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. അത് ചൈനയുടെ കാലിൽ വീണ് താണ് കേണ് അപേക്ഷിച്ച് ഇപ്പോൾ ഈ ഒരു മിനറൽ എങ്ങനെയെങ്കിലും കയറ്റി അയക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മിനറൽ ഡീലിൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞു രാജ്യങ്ങളുണ്ട്. ഈ ലോക രാജ്യങ്ങൾക്കെല്ലാം റെയർ എർത്ത് മിനറൽ സപ്ലൈ ചെയ്യുന്നതിൽ മൊത്തത്തിൽ കണക്കൂട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് 70% ചൈനയുടെ കോൺട്രിബ്യൂഷനാണ്. ചൈന ഇപ്പോൾ ഇന്ത്യയിൽ റെയർ എർത്ത് മിനറൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ഇന്റർണൽ പൊളിറ്റിക്കൽ സെനാരിയോ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് പൊളിറ്റിക്സ്, സെൻട്രൽ പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇവിടെ ലാൻഡ് അക്വിസിഷൻ ചെയ്യാനും അതുപോലെ ആ ലാൻഡിൽ പോയിട്ട് നമ്മൾ ഈ മണ്ണൊക്കെ മാന്തി ഇങ്ങനെ മിനറൽസ് ഒക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കരിമണൽ ഖനനം നല്ല രീതിയിൽ നടന്നായിരുന്നു. കരിമണൽ ഖനനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആലപ്പാട് എന്ന് പറഞ്ഞ ഒരു വില്ലേജ് തന്നെ കടലെടുത്ത സംഭവമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചോദിക്കാനും പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു വിഷയമായിട്ട് പോകുന്നില്ല. പക്ഷേ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഓർമ്മ വന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ത്യക്കുള്ളിൽ ലാൻഡ് അക്വിസിഷൻ നടത്തി റെയർ എർത്ത് മിനറലൊക്കെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വർഷം പിടിക്കും, 10-15 വർഷം പിടിക്കും. അതിനുള്ളിൽ ഈ ഒരു EV കാർ, ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, EV കാറൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പല ഡെവലപ്മെന്റ്സും കടന്നു പോകുന്നതായിരിക്കും. അതുവരെ മഹീന്ദ്ര ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന EV കാർ മാനുഫാക്ചറേഴ്സ് എല്ലാം തന്നെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. നമ്മളും ഏറ്റവും കൂടുതൽ ചൈനയിൽ തന്നെയാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 6000 മെട്രിക് ടൺ റെയർ എർത്ത് എലമെന്റ്സ് നമ്മൾ 2023-2024 ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനയുടെ നിന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ ജപ്പാൻ, സൗത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയെ തന്നെയാണ്. അത് ഇപ്പോഴും ആ സ്ഥിതി അങ്ങനെ തന്നെയാണ് തുടരുന്നത്. പിന്നെ ചൈന നമുക്ക് റെയർ എർത്ത് മിനറൽസ് തരാതെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഡിപ്ലോമാറ്റിക് പ്രോബ്ലം ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നടക്കുന്നില്ല. കാരണം നമ്മളുടെ ഇന്ത്യക്കുള്ളിലും ചൈന വേറെയും ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊന്നും തടഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ ഇതിലുപരിയായിട്ട് പറയാനുള്ള വെച്ചാൽ ഈ റെയർ എർത്ത് മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും വിൽക്കണം, അല്ലാതെ ചൈനയ്ക്കുള്ളിൽ തന്നെ അത് ഡംപ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അമേരിക്ക ആണെങ്കിൽ വേറെ ആരെങ്കിലും ത്രൂ ഇത് പർച്ചേസ് ചെയ്യും. പക്ഷേ ഇത് ചൈന അമേരിക്കയ്ക്ക് കൊടുക്കരുത് എന്നുള്ള ഒരു നിബന്ധന ഉണ്ടാക്കിയതുകൊണ്ട്, ഒരു ബാൻ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിലേക്ക് അമേരിക്കയ്ക്ക് വീണ്ടും ചൈനയുടെ കാല് പിടിച്ച് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. ട്രംപ് 2-3 ആഴ്ചകൾക്ക് മുമ്പൊക്കെ ഇട്ട ട്വീറ്റൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതും അതും തമ്മിൽ കമ്പയർ ചെയ്ത് വായിക്കുമ്പോഴത്തേക്കും കോമഡി ആയിരിക്കും. കാരണം ചൈന അമേരിക്ക ഇട്ട സാങ്ഷനിൽ തകർന്നടിഞ്ഞ് തരിപ്പിണമായി വീണു എന്നാണ് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇതേ ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ചൈന എന്ന് പറഞ്ഞാൽ മാസീവായിട്ടുള്ള ഫണ്ടാണ് പല രാജ്യങ്ങളിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. BRI പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അർജന്റീനയിലായിക്കോട്ടെ, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചൈന ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയെ അത്ര എളുപ്പത്തിൽ തിളയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അമേരിക്കയുടെ ഇന്റർണൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ശക്തിപ്പെടുത്തിക്കൊണ്ട് വേണം അമേരിക്ക ഇതിലോട്ടൊക്കെ മുന്നോട്ട് ഇറങ്ങാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കും. വെനിസുവലയിൽ $60 ബില്യൺ വർത്താണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വെനിസുവലയൊക്കെ അമേരിക്ക സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ്. അതുപോലെ അടുത്തത് റഷ്യ ഉക്രൈൻ്റെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ ഈ ഫ്രീസർ ട്രക്കിൽ 1212 മൃതശരീരങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസം കൊണ്ട് അത് റോട്ടിൽ തന്നെ കിടക്കുമായിരുന്നു.
ആ ട്രക്ക് ആ ബോർഡറിൽ തന്നെ ഹാൾട്ട് ചെയ്ത് കിടക്കുന്ന അവസ്ഥയാണ്. കാരണം ഉക്രൈനിലെ സെലൻസ്കിയുടെ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഉക്രൈനിലെ സെലൻസ്കി ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞ് വന്ന് ആ ഒരു ബോഡി എല്ലാം കൈപ്പറ്റിയിരിക്കുകയാണ്. ഇത് ശരിക്കും നല്ലൊരു വാർത്തയാണ്. ശരിക്കും ആ ഒരു കുടുംബക്കാർക്ക്, ആ മരണപ്പെട്ടു പോയ സോൾജേഴ്സിന്റെ കുടുംബക്കാർക്കെങ്കിലും അവരെ കാണാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കി കൊടുത്തു നല്ലതാണ്. വീണ്ടും ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ഉക്രൈനിലെ സെലൻസ്കിക്ക് പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ സൈഡിൽ നിന്ന്. അത് വേറെ ഒന്നുമല്ല, അതായത് ഈ കേഴ്സ്ക് ഒബ്ലാസ്റ്റ് എന്ന് പറയുന്നത് റഷ്യയുടെ പ്രൊവിൻസ് ആണ്. അത് ഉക്രൈൻ കുറച്ചു കാലം കൈയടക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ റഷ്യ മറ്റുള്ള മേഖലകളെല്ലാം കയറി പിടിക്കുകയാണ് ചെയ്തത്. ഈ കേഴ്സ്ക് ഒബ്ലാസ്റ്റിനെ അധികം ഫോക്കസ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ കേഴ്സ്ക് ഒബ്ലാസ്റ്റിലോട്ട് ഏറ്റവും കൂടുതൽ ഉക്രൈൻ സോൾജേഴ്സ് കടന്നു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു പൈപ്പ് ലൈൻ ഓപ്പറേഷനിൽ കൂടി ഈ ഒരു കേഴ്സ്ക് ഒബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിനെ റഷ്യ കൈയടക്കി. അങ്ങനെ കൈയടക്കിയ സമയത്ത് ഈ യുക്രൈനിയൻ സോൾജേഴ്സ് എല്ലാം തന്നെ ഒരു ട്രാപ്പിൽ പെട്ട മാതിരി ആയിപ്പോയി. കാരണം ഉക്രൈൻ സോൾജേഴ്സിനെയും മറികടന്നുകൊണ്ടാണ് ഈ പൈപ്പ് ലൈനിലൂടെ റഷ്യൻ സോൾജേഴ്സ് കടന്നു വന്ന് ഇവരെ ട്രാപ്പിലാക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 6000 മുതൽ 10000 സോൾജേഴ്സ് ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സോൾജേഴ്സ് എന്തായി, ഇവരെന്ത് സംഭവിച്ചു, ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വാർത്തകളും പിന്നീട് വന്നിട്ടില്ല. പക്ഷെ അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് നിന്നും കൊല്ലപ്പെട്ട 6000 സോൾജേഴ്സിന്റെ ശരീരങ്ങളാണ് ഇപ്പം റഷ്യ ഉക്രൈനിലേക്ക് മടക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പാർഷ്യൽ ഡെലിവറി എന്നുള്ള നിലയിലാണ് 1212 പേരെ ഈ ട്രക്കിൽ അത്രേ കൊള്ളൂ ആയിട്ട് ഇനിയും 4000+ ഉണ്ട്. അത് ഡെലിവറി ചെയ്യും, അത് ഉടനെ തന്നെ ഡെലിവറി ചെയ്യും. അത് ഇതേപോലെ ടെസ്റ്റ് നടത്തി ഉക്രൈനിലെ സെലൻസ്കി അത് റിസീവ് ചെയ്യണം. ഇനി ഇതിലുപരിയായിട്ട് വേറൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ വരുന്നത്, ഇപ്പൊ കൊടുക്കുന്ന 6000 മാത്രമല്ല 40000 ബോഡി ഉണ്ടെന്നാണ് പറയുന്നത്. ഉക്രൈൻ സോൾജേഴ്സിന്റെ 40000 ബോഡി റഷ്യയുടെ കയ്യിലുണ്ട്. അതിപ്പോൾ അടുത്ത ഉടനെ വരുന്നുണ്ട് നിരനിരയായിട്ട്. ഇപ്പോൾ ഉക്രൈനിലെ സെലൻസ്കി പല വാർത്താ മാധ്യമങ്ങളിലും പല പത്രങ്ങളിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. അതായത് റഷ്യയുടെ സോൾജേഴ്സ് ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞങ്ങൾ വധിച്ചിട്ടുണ്ടെന്നാണ് സെലൻസ്കിയുടെ അഭിപ്രായം. സെലൻസ്കി വൈറ്റ് ഹൗസിൽ ഇരുന്ന് പറഞ്ഞതാണ്. ഏതാണ്ട് 6 ലക്ഷമോ എത്രയോ ലക്ഷക്കണക്കിലൊക്കെ പുള്ളി പറഞ്ഞതാണ്. റഷ്യ കൊടുക്കുന്ന ഈ ഒരു ബോഡീസിന് പകരം ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന മൃതശരീരങ്ങളുടെ കണക്ക് നമ്മൾ അറിയണമല്ലോ. അങ്ങനെ അറിയുമ്പോഴത്തേക്കും ഈ 1212 പേരെ റഷ്യ കൊടുത്തപ്പോഴത്തേക്കും ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് റിലീസ് ചെയ്തത് വെറും 27 മൃതശരീരങ്ങൾ, വെറും 27 ബോഡികളാണ്, വെറും 27 ബോഡികൾ. അപ്പോൾ ഈ ഉക്രൈനിൽ സെലൻസ്കി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ പൊളിറ്റിക്കലി പുള്ളിക്ക് ഒരു ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ടും ഉക്രൈനിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ ലക്ഷക്കണക്കിൽ റഷ്യൻ സോൾജേഴ്സിനെ വധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ് ഏത് രീതിയിലാണ് ന്യായപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത. 27 പേരുടെ മൃതശരീരമാണ് കൊടുത്തത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 3-4 പൂജ്യം വേണമെങ്കിൽ നമുക്കിട്ട് ചേർക്കാം. കാരണം സെലൻസ്കിയുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ സെലൻസ്കിയെ ഈ രീതിയിൽ വിമർശിക്കുന്നത്. നമ്മൾ ഉക്രൈനെ അല്ല വിമർശിക്കുന്നത്, ഉക്രൈൻ്റെ നേതാവിൻ്റെ മണ്ടത്തരങ്ങളെയാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. റഷ്യ ക്ലിയർ ആയിട്ടുള്ള ടാർഗറ്റ് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സ്പൈഡർ നടത്തി 41 ഫൈറ്റർ ജെറ്റുകൾ റഷ്യയ്ക്കുള്ളിൽ ആക്രമിച്ച് വൻ നഷ്ടം വരുത്തിയത് കൊണ്ട് തന്നെ റഷ്യ അതിന് പകരമായിട്ട് വെച്ചിരിക്കുന്ന ടാർഗറ്റുകൾ, ഈ ടാർഗറ്റിൽ എന്ന് പറഞ്ഞാൽ പോളണ്ടിന്റെ അടുത്ത് കിടക്കുന്ന ടെർണോപിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം അത് ടാർഗറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കീവ് എന്ന് പറയുന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമാണ്. അതുപോലെ തന്നെ കാർക്കീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അടുത്തൊരു ഒബ്ലാസ്റ്റ് ആണ് കാർക്കീവ് ഒബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഡിനീപ്പോ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ ഡിനീപ്പോ എന്ന് പറയുന്നത് ഈ സെപ്രോഷ്യ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഒഡേഷ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ സെപ്രോഷ്യയ്ക്ക് തൊട്ട് താഴെ കിടക്കുന്ന ആ ഒരു പ്രൊവിൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ശരിക്കും വലിയൊരു ലാൻഡ്. ശരിക്കും ഈ ലാൻഡിൽ ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏരിയയാണ് റഷ്യ ഉക്രൈനിൽ കയറി പിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഉക്രൈനിൽ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. പക്ഷെ ഇത് തിരിച്ചറിയും, ഇത് ശരിക്കും നല്ല ബോധ്യമുണ്ട് സെലൻസ്കിക്ക്. പക്ഷേ സെലൻസ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇനി എത്ര പേര് വന്ന് സഹായിച്ചാലും ഈ ഒരു അവസ്ഥ മുന്നോട്ട് ഇങ്ങനെ തുടരും എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ക്ലാഷ് വേണ്ട, ഒരു ട്രേഡ് യുദ്ധം വേണ്ട, ഒരു താരിഫ് വാർ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവരൊരു സ്മൂത്ത് റിലേഷൻഷിപ്പിലോട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ പല വൈരാഗ്യങ്ങളും മാനസികമായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പോൾ പുറത്ത് കാണിക്കേണ്ട. ഇപ്പം ഡൊണാൾഡ് ട്രംപിന് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഈ താരിഫ് കൊണ്ട്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരി വരണം. രാജ്യത്തിൻ്റെ എക്കോണമി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. അവർ രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്ന് സ്റ്റേബിളായിട്ട് വരണം. ഒരു വോളറ്റൈൽ സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇതൊക്കെ കരുതിക്കൊണ്ട് റെയർ എർത്ത് മിനറൽ മേടിച്ചിട്ട് അവരുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ആ ഒരു മേഖല ശക്തിപ്പെടുത്തണം. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ട് ഒരു നിലപാടെടുത്തുകൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചൈനയുമായിട്ട് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സോൾവ് ആക്കുന്നത്. കാരണം ഇതെങ്കിലും സോൾവ് ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ തലവേദന വെച്ചാൽ വലിയ തലവേദന ആ ഒരു തലവേദന ഒഴിവാക്കി കിട്ടും. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമ്പനികളെല്ലാം പുറത്തു പോകും, അത് കമ്പനികളെല്ലാം കൊഴിഞ്ഞു പോകും അമേരിക്കയുടെ ഉള്ളിൽ നിന്നും. ഇപ്പോൾ കുറേ കമ്പനികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ വെച്ചത് കൊണ്ടാണ് ട്രംപ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്.
ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് നെഞ്ചും വരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചൈന പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് US സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റേബിൾ ആവും. ചൈന സ്ട്രെങ്തൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് അതൊരു സപ്പോർട്ടാണ്. അവരുടെ പൊസിഷൻ സ്ട്രോങ് ആക്കുകയാണ്. കാരണം ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും. ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരുപാട് സാങ്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. യൂറോപ്യൻ യൂണിയൻ എത്ര സാങ്ഷൻസ് ഇട്ടാലും ചൈനയെ വെച്ച് അതിനെ മറികടക്കാൻ റഷ്യയ്ക്ക് വളരെ സുഖമായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 242 പേരുമായിട്ട് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു 5 മിനിറ്റിനകത്ത് തന്നെ ക്രാഷ് ആയി എന്നുള്ള വിവരമാണ്. അത് ശരിക്കും ഇന്നലെയാണ് സംഭവിച്ചത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171 ഇത് ശരിക്കും ബോയിങ് 787 കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ്. ഇൻക്ലൂഡിംഗ് പാസഞ്ചേഴ്സ്, ക്രൂ ഓൺ ബോർഡ് ചേർത്ത് 242 പേരാണ് മരണപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബോയിങ്ങിൻ്റെ ഈ കാറ്റഗറിയിൽപ്പെട്ട വിമാനം ഇങ്ങനെ നിലംപതിക്കുന്നത്. അതായത് ഈ സെയിം ഫ്ലൈറ്റ് ന്യൂഡൽഹിയിൽ നിന്ന് എയർ ഇന്ത്യ 423 എന്ന് പറഞ്ഞ നമ്പറിൽ 9:50 ബുധനാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് 11:17 അഹമ്മദാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എയർ ഇന്ത്യ 171 എന്നുള്ള നമ്പറിൽ അഹമ്മദാബാദ് ടു ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ആയതാണ് ഈ ഫ്ലൈറ്റ്. അത് ഏകദേശം 2 മണിയോടുകൂടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കറിയത്തില്ല ആരൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെയാണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരമില്ല. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡൽഹി ഏരിയയിലുള്ള പാസഞ്ചേഴ്സൊക്കെ അതിനകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. ഈ ഹെൽപ്പ് ലൈൻ നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്ന ആൾക്കാർ, റിലേറ്റീവ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ എന്തായാലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഇതിൽ വന്ന വീഴ്ച എന്നുള്ളത് ഇനി പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോ കോൺഫിഡൻസ് ഇൻ ഇറാൻ. ഇറാനുമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇറാനുമായിട്ട് യാതൊരു രീതിയിലുള്ള നെഗോസിയേഷന് ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ ട്രംപ് പറഞ്ഞ വിഷയമാണ്. അതും കൂടാഞ്ഞിട്ട് ഞാൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ടെലിഫോൺ കോൺവെർസേഷനാണ്, സംസാരിച്ചിട്ടുണ്ട്. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ തീരുമാനിക്കാനുള്ള ഒരു പെർമിഷനും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ ഇറാൻ ഗെറ്റ് റെഡി, അത് തന്നെയാണ് സംഭവം. ഈ രീതിയിൽ പറഞ്ഞാൽ തന്നെയും ഓപ്ഷൻ ഉള്ളത് ഇറാൻ്റെ കയ്യിലാണ്. പക്ഷേ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ മേലിൽ അതിരൂക്ഷമായ നിലയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, IAEA ബന്ധപ്പെട്ട് ഇറാൻ പല രീതിയിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ കുക്ഡപ്പ് സ്റ്റോറികളൊക്കെ പുറത്തെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഏത് വിധേനയും ഒന്ന് തടയാമെന്നുള്ള നിലയിലാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാന് ന്യൂക്ലിയർ ആയുധം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള കംപ്ലീറ്റ് ജിയോ പൊളിറ്റിക്സ് തന്നെ മാറും. ഈ സൗദി ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്സ് മൊത്തം മാറും. ഈ ഷിയ സുന്നി എന്ന് പറഞ്ഞ ആ ഒരു അമേരിക്കയുടെ സ്ട്രാറ്റജി ഇതെല്ലാം തന്നെ മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക അനുവദിക്കില്ല, അതുപോലെ തന്നെ ഇസ്രായേൽ അതിലും കൂടുതൽ അനുവദിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു വിഷയം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സിറിയയ്ക്കുള്ളിൽ അമേരിക്ക വീണ്ടും അമേരിക്കയുടെ ബേസ് കൊണ്ടുവരികയാണ്. അമേരിക്കയുടെ ബേസ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത് എവിടെയാണോ ഇസ്രായേൽ കൂടുതൽ സ്ഥലം കയറി പിടിച്ച് കൂടുതൽ ബഫർ സോൺ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, ആ ബഫർ സോണിന്റെ അപ്പുറത്തായിട്ട് അമേരിക്കൻ ബേസ് വരികയാണ്. അപ്പോൾ അതായത് ഇത്രയും നാളും നെതന്യാഹു ചോദിച്ചുകൊണ്ടിരുന്ന റഷ്യൻ ബേസ് അവിടെ നിലനിർത്തും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അമേരിക്കയ്ക്ക് അവിടെ മിലിറ്ററി എക്സ്പാൻഷൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി എക്സ്പെൻഡിച്ചർ ഇനി കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും എലോൺ മസ്ക് ഒക്കെ പിണങ്ങി പോയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആ തീരുമാനങ്ങൾക്കൊക്കെ ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് അമേരിക്ക വീണ്ടും ശക്തമായ രീതിയിൽ സിറിയയ്ക്കുള്ളിൽ ഒരു ബേസ് കൊണ്ടുവരാണ്. അപ്പോൾ ഇന്നലെ അമേരിക്ക സിറിയയ്ക്കുള്ളിൽ 2 ആക്രമണങ്ങൾ, ഈ 2 ആക്രമണം വെച്ചാൽ ഇത് ISIS തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണങ്ങളായിരുന്നു നടത്തിയത്. എല്ലാവരും വിചാരിച്ചത് ഇസ്രായേൽ നടത്തിയതാണെന്നാണ്. ശരിക്കും ഇസ്രായേൽ അല്ല നടത്തിയത്, അമേരിക്കയാണ് നടത്തിയത്. അമേരിക്ക 2 സൈറ്റുകൾ അറ്റാക്ക് ചെയ്തു. ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ആക്രമണം അമേരിക്ക നടത്തിയത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഈ ബ്ലൂ കളറിൽ കാണുന്ന സ്ഥലം ഇത് ഇപ്പോഴും അമേരിക്കയുടെ ഡോമിനൻസ് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. കാരണം അവിടെ അമേരിക്കയ്ക്ക് എയർ ബേസ് ഉണ്ട്. അതായത് സിറിയയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഖത്താർ മാത്രമല്ല ഈ ഒരു എയർ ബേസും കൂടി അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് ഇപ്പോൾ സിറിയയുമായിട്ടുള്ള പ്രശ്നം ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. കാരണം ഇനി കൂടുതൽ അവിടെ സിറിയയുടെ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരിടേണ്ടി വരത്തില്ല. ഇത്രയും കാലം നേരിടേണ്ടി വന്നില്ല, പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാതെ തന്നെ സിറിയയെ മാറ്റി നിർത്താൻ ഇസ്രായേലിന് കഴിയും. ഇപ്പോൾ ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ഒക്കുപ്പൈ ചെയ്ത പുതിയ സ്ഥലങ്ങൾ മൊത്തം ഇസ്രായേലിന്റെ ഭാഗമായിട്ട് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം ഈ അമേരിക്കയുടെ ബേസ് ഈ ഗോലാൻ ഹൈറ്റ്സിന്റെ തൊട്ട് താഴെ അവിടെ തന്നെ വരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, അതുപോലെ തന്നെ ഇസ്രായേലിന് എന്നേക്കുമായിട്ട് ഒരു ഒക്കുപ്പൈഡ് ലാൻഡ് കയ്യിൽ വെക്കാനും പറ്റും. ഇതാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെന്റ്സ്. അതുപോലെ ഇറാൻ ഇസ്രായേൽ ആ ഒരു സംഘർഷം നല്ല രീതിയിൽ കനക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും വൈകാതെ തന്നെ ഒരു സർപ്രൈസ് ന്യൂസ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഇറാൻ്റെ ഭാഗത്തുനിന്നോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലും വളരെ രസകരമായിട്ടുള്ള, മറ്റാരും കവർ ചെയ്യാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.